പുതിയ സുക്കേട്. എന്താണ്? ഓരോ ദിവസം ഓരോന്നാ. കുറെ നാള് പറയും സ്പൈഡർമാൻ ആവണോന്ന് പറയും, പിന്നെ കുറെ നാള് പട്ടീനെ വേണോന്നും പറഞ്ഞ് കരച്ചില്ലായിരുന്നു. പിന്നെ അവന് വീഗാലാൻഡിൽ പോവാതെ പറ്റൂലായിരുന്നു. അത് കുറെ നാള് പറഞ്ഞുകൊണ്ടിരുന്നു. എവിടെയെങ്കിലും ഒക്കെ പിള്ളേരെ വിടണം ചേച്ചി ടൂറിന്. വീട് ഇപ്പോഴത്തെ എന്താണെന്നറിയാമോ? മീൻ 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 ആ മറ്റേ അക്വേറിയം, മറ്റേ കളർ മീൻ. കളർ മീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും കേട്ടാ. എവിടെയും കണ്ടതല്ല. ഈ സ്കൂളിൽ ഈ പിള്ളേര് പോയാ എന്താ നമ്മുടെ കുടുംബശ്രീനെക്കാളും അപ്പറ ഈ വിശേഷം പറിച്ചിട്ടടി. എന്റെ വീട്ടിൽ അതുണ്ട്, എന്റെ വീട്ടിൽ ഇതുണ്ട്, ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു. അത് തന്നെ. അപ്പൊ അങ്ങനെ അത് വേണോന്നും പറഞ്ഞ് നല്ല മേട ഇവിടെ കിടന്ന്. ഒരു ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി. എന്ത്? എന്താ അവന്റെ ഏതൊരു കൂട്ടുകാരനുണ്ടല്ലേ, എന്തായിരുന്നു വൈഷ്ണവ്. അവരുടെ വീട്ടില് പട്ടിയുണ്ട് മാമി. അവനാണ് വീട്ടില് പട്ടിയില്ല, ഒരു പട്ടിനെ വാങ്ങിച്ചാലോ പറഞ്ഞ അതിനൊക്കെ എടി വെള്ള ഈ മിണ്ടാപ്രാണികളുടെ ശാപം മേടിച്ചു വെക്കാനായിട്ട് ഇവൻ നോക്കോ ആദ്യത്തെ ആ പുതുമയ്ക്ക് മേടിച്ചോണ്ട് വരും. അതുപോലെ പിന്നെ അത് നോക്കി വായിട്ട് നോക്കിക്കൊണ്ടിരിക്കും, പഠിക്കില്ല. അത് തന്നെ, പഠിക്കൂല. ഒരു വെള്ളം പോലും മാറൂല. ആ നിക്കറൊന്ന് മാറിയിടാൻ പറഞ്ഞ അതുപോലും പറ്റാത്തവനാ. ഈ മീനിനെ നോക്കാൻ പോണു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോണൊക്കെ നോക്കിയിരിക്കല് കുറയും. പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ കൊച്ചിനെ. എത്ര നേരമായി? ശരിയായില്ലല്ലോ. പിന്നെ എത്ര മണിയായി? സ്വരന്റെ സമയം കഴിഞ്ഞല്ലോ. നേരാണല്ലോ, സമയമായല്ലോ. ഇന്ന് വിളിച്ചു നോക്കിയ ചിലപ്പോ വിട്ട് കാണത്തില്ല. ഒരു ഫോണൊന്ന് നോക്കട്ടെ. അതൊന്ന് അമ്മ ആ ഉള്ളി ഒന്ന് വിളിക്കമ്മേ. ഹലോ. ആ അവന് ഇങ്ങോട്ട് ഇറങ്ങിയോന്ന് അറിയാൻ എത്ര നേരമായിട്ടും കണ്ടില്ലേ? ആണോ? ആ എന്നാ പിള്ളേര് വർത്താനം പറഞ്ഞ് വന്നിണ്ടാവും. വിളിച്ചു പറഞ്ഞേക്കാം. ശരി ടീച്ചറെ. ആ എടി അവൻ പോന്നിട്ട് കുറച്ചു നേരമായിന്ന്. അവൻ ആടി വരുമായിരിക്കും. വരട്ടെ, ഇങ്ങോട്ടൊന്ന് ശരിയാക്കണ്ട്. കഴിഞ്ഞ അമ്മേ? ഇത്രയും പോരല്ലോ ഉള്ളി. പോരാ. എന്റെ ദൈവമേ, നീ അങ്ങോട്ട് അന്വേഷിച്ചു പോണ്ടേ? വരും ചേച്ചി. വരുന്നടി. പറഞ്ഞില്ലേ ആടി വരുത്തുള്ളൂ. എന്റെ കുട്ടി വന്നല്ലോ. എവിടെയായിരുന്നു ഇത്ര നേരം? നിന്റെ ടീച്ചറുടെ അടുത്ത് ഞാൻ വിളിച്ചല്ലോ. മക്കളെ, എന്താന്ന് ഇതൊക്കെ നനഞ്ഞിരിക്കുന്ന നിന്റെ തുണിയൊക്കെ? ഇതെങ്ങനെ നനഞ്ഞടാ? ഇതെന്താടാ അത്? അതെ, അവിടെ മഴ പെയ്തിട്ടാണെങ്കിലേ ഭയങ്കര വെള്ളക്കെട്ട്. എവിടാ എവിടാ? അവിടെ റോട്ടിലാ? നീ അതിൽ കൂടെ ഇറങ്ങിയ? പിന്നല്ലാതെ വെള്ളം കണ്ട പിന്നെ ഇറങ്ങാതിരിക്കോ? ആരാ മോൻ? എടാ നിനക്ക് മാറി നടക്കണമെന്ന് അറിയത്തില്ലടാ. ഞാൻ മാറി വന്നതാ, അപ്പൊ ആയിപ്പോയി. ദൈവത്തെ ഓർത്ത് ട്യൂഷൻ കഴിഞ്ഞ ഒന്ന് വേഗം വരണേ. മനുഷ്യന് ആദ്യം പിടിക്കാൻ പറ്റാത്തോണ്ടാ. ട്യൂഷൻ ടീച്ചറിനെ വിളിച്ചതേ ഉള്ളൂ, നീ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ചെല്ലു പോ. ആദ്യം തന്നെ ആ ഉടുപ്പൊക്കെ പോയി ആ കുളിമുറിയിൽ ഊരിയിട്. അവിടെ ആ ഇരിക്കുന്ന കൊട്ടയിലോട്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് പോയിക്കടാ. കൊണ്ട് വെള്ളത്തിലൊക്കെ നടന്നിട്ട്. ബാഗും എടുത്ത് വെക്കണേ. എന്നിട്ട് അമ്മ അങ്ങോട്ട് വരാം. എന്ത് സാധനം തരാൻ വന്നതാ. എന്താ സാധനം?
റൊണാൾഡോവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ. എന്തോന്നായിരിക്കും? എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തോ പറ. എന്ത്? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ ഇത് തരണമെങ്കിൽ തിരിച്ചെനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. നീ ആദ്യം താ, അത് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ല, പ്രോമിസ് ചെയ്യും. ഞാൻ ശരിയല്ലേ? നീ അത് സാധനം എന്താ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടിട്ട് പഠിക്കുമോ? അവിടെ ഉറങ്ങണം തമ്മിൽ. അടുക്കള പാതാമ്പുറത്തേയിരിക്കുന്ന കണ്ട് നീ എടുക്കാൻ ചെന്ന് പറയുന്നത് നിന്റെ അമ്മച്ചി പിന്നെ പ്രസവം കൊണ്ടു കൊടുക്കും. കല 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 കലോന്നും പറഞ്ഞിട്ടു. കൊള്ളാം. കൊള്ളാന്ന് പറഞ്ഞാ പോരെ, വാങ്ങിച്ചു തരണം. എന്തിനാ മേടിച്ചിരുന്നോ? നീ നിന്നോ? എന്തിനാ മേടിച്ചിരുന്നു? നിന്റെ ഇരിക്കട്ടെ, നീ നിന്നോ? ഞാൻ പറഞ്ഞില്ലേ കണ്ടീഷൻ ഉണ്ടെന്ന്. പറ കേക്കട്ടെ. കൊള്ളാം പറ. ഇപ്പൊ വരാം. എന്തോ കാര്യമായിട്ടുള്ള കണ്ടീഷൻ ആണല്ലോ. ബാ പറ. എനിക്ക് മീൻ മുട്ട വേണം. എന്തിനാ? മീനിന്റെ തീറ്റ. മീനിന്റെ തീറ്റ എന്നിട്ട് നീ എന്തോ നീന്തൽ പിടിക്കാൻ പോന്നു? നിനക്കെന്തിനാ മീനിന്റെ തീറ്റ? അതിന് ഇവിടെ മീനില്ലല്ലേ? സത്യം പറ. ഇവിടെ മീനില്ല. ഇവിടെ മീനെ വളർത്താൻ നിന്റെ അച്ഛനും അമ്മയും അമ്മയ്ക്കത്തില്ല. പിന്നെ നിനക്ക് എന്തിനാ തീറ്റ? അത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലെ ഒരു മീനുണ്ട്. അതിന് കൊടുക്കാനാ. കൂട്ടുകാരന്റെ വീട്ടിലെ മീൻ നീ എന്തിനാ തീറ്റ മേടിച്ചു കൊടുക്കുന്നത്? അവന്റെ അച്ഛനും അമ്മയും മേടിച്ചു കൊടുക്കും. അത് തീറ്റ കൊടുക്കുവാണെങ്കിലേ അവനെ എനിക്ക് പ്രസവിക്കുമ്പോ ഒരു കുഞ്ഞിനെ തരാന്ന് പറഞ്ഞു. പ്രസവിക്കുമ്പോ കുഞ്ഞിനെ തരുന്ന പട്ടി കച്ചവടം? സത്യം പറ. എന്തോ ഉടായ്പ മണക്കുന്നുണ്ട്. സത്യം പറ. തമാശ പറഞ്ഞു. നീ തീറ്റ കൊടുത്ത് നിന്റെ കൂട്ടുകാർ ഒരു മീനിനെ തന്നാൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ അച്ഛനമ്മ സമ്മതിക്കുവോ? അച്ഛനും അമ്മയൊക്കെ സമ്മതിച്ചോളൂ. ഈ വൈകിട്ടേ സ്പെയർ പാർട്സ് മേടിക്കാൻ തിരുമല പോകുന്നു. അന്നേരം മേടിച്ചു തരാം. എനിക്കിപ്പോ വേണം. എന്നാ കൊണ്ടുപോകും. മീൻ മുട്ട വേണോന്ന്. അത് ഞാൻ വൈകിട്ട് ഇറങ്ങുമ്പോഴേ മേടിച്ചു തരാം. എനിക്കിപ്പോ വേണം. അതിനിപ്പോ എവിടെ പോയി മേടിക്കും? മിലിറ്ററി ക്യാമ്പിന്റെ അങ്ങ് പോകുമ്പോ കിട്ടും. അല്ല, ഏതെങ്കിലും ഒരു കടയിൽ കിട്ടും, ചോദിച്ചാ മതി. പൈസ മേടിച്ചു തരാം. പൈസ പൈസ എന്തിന്? പിന്നെ കടയിൽ പോയി ഞാൻ പല്ലിച്ച് കാണിച്ചാൽ മീൻ മുട്ട കിട്ടുമോ? റൊണാൾഡോ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ട് വരണം. പൈസ ഞാൻ പിന്നെ തന്നോളാം. തേപ്പും ഉടായ്പും മിക്സ് ചെയ്ത് കുഴഞ്ഞ് കിടപ്പുണ്ട് മോനെ. ശരി, ഞാൻ പോയിട്ട് വരാം. തിന്ന് എടുത്തിട്ട് വാ. പോണേ. ആരോടും പറയില്ലേ. പിള്ളേരൊക്കെ ഒരു വാശിയല്ലേ. അതും ഓക്കെ. ചായയുടെ കടിയുടെ കണക്ക് ഓക്കെ, അത് കറക്റ്റാണ്. പക്ഷേ എനിക്കറിയേണ്ട അതല്ല. നമ്മൾ 50 സേഫ്റ്റി പിന്ന് നമ്മൾ കൊടുത്തിട്ട് ഇപ്പം 38 തിരിച്ചു കിട്ടിയുള്ളൂ. എന്താ? ഞാൻ ഒരു അത്യാവശ്യത്തിൽ ഇരിക്കല്ലേ തങ്കം. എടേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വിളിക്കാം. എന്തെങ്കിലും കാര്യം ചെയ്തെടുക്കുമ്പോ എന്താണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ എന്റെ പ്രശ്നം? എന്താണ് ചട്ടി എവിടെ? അത് ഉണങ്ങിയപ്പോ ഞാൻ എടുത്ത് കൊണ്ടിട്ട് അങ്ങ് മടക്കി വെച്ചാലും ആരെയും. നിങ്ങളുടെ ചട്ടിയും ചിട്ടിയല്ല ഞാൻ ചോദിച്ചത്. കറിച്ചട്ടി എവിടെയെന്ന്? കറിച്ചട്ടിയാ? അത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാന്? അവിടെ എവിടെയും കാണും. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ദേഷ്യം കഴിഞ്ഞ അല്ലെങ്കിൽ ഇത് പറഞ്ഞു വരുന്നുണ്ട് എനിക്ക്. ക്ലീറ്റോ
ഇന്നലെ ഞാൻ പറഞ്ഞ എന്റെ ക്ലീറ്റ് എന്നെ ഒന്ന് സഹായിക്കുമോന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് പാത്രം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് കമത്തി വെക്കാൻ പറഞ്ഞോ? ഇന്നലത്തെ കാര്യമല്ലോ, അത് ഇന്നലെ തന്നെ അവിടെ കൊണ്ട് വെച്ചല്ലോ. വെച്ചോ? ഓ ആ എന്നിട്ട് എവിടെ എന്റെ കറിച്ചട്ടി? ഇവിടെ ഇരുന്നിട്ട് അതിൽ കരച്ചട്ടി ഉണ്ടായിരുന്ന കലം ഉണ്ടായിരുന്നത് ഞാൻ നോക്കിയില്ല. ഇരുന്ന പാത്രങ്ങളെല്ലാം ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കറിച്ചട്ടി ഉണ്ടായി, അത് കാണുന്നില്ല. അത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന എല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ എന്താ അപ്പൊ കറിച്ചട്ടി മായാവിയായി പോയി. ഇവിടെ അത്ര നേരം ഇരുന്ന സാധനം എന്റെ തങ്കം, നീ എന്നോട് ചോദിക്കല്ലേ? ഞാൻ ക്ലീറ്റോ നിങ്ങളുടെ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കറിച്ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മര്യാദക്ക് ഇങ്ങ് തന്നോ. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സാധനം ഞാൻ ഇനി തരില്ല. പാർട്ടിക്ക് എന്തിന് കരച്ചട്ടി? നിനക്ക് തലക്കല്ലോ കുഴപ്പമുണ്ട്? എനിക്ക് തലയ്ക്ക് കുഴപ്പമില്ല. നിങ്ങൾ ബക്കറ്റായിട്ട് പിരിവ് നടത്താൻ പോകണ്ടല്ലോ, ചിലപ്പോ കറിച്ചട്ടിയായിട്ട് പോകുമായിരിക്കും. എടി ബക്കറ്റ് പിരിവ് എന്നുള്ളത് അന്തസ്സായിട്ടുള്ള ചട്ടി പിരിവ് നടത്തുന്ന അത്രയ്ക്കൊന്നും ഗതികേടായിട്ടില്ല ഞങ്ങൾ. അല്ലെങ്കിലേ മൈദ കലക്കാൻ വേണ്ടിയിട്ട് പാത്രം ചോദിച്ച് ഇന്നലെ നടരാജൻ വന്നിട്ടുണ്ടായി. അപ്പൊ നിങ്ങള് ചായപ്പിന്റെ അവിടെ നിന്ന് എന്തോ പറഞ്ഞല്ലോ. അത് ഞാൻ അവനോട് ചായപ്പിന്റെ അവിടെ പൊട്ടി ബക്കറ്റ് ഇരിക്കണം, അത് എടുത്തോണ്ട് പോകാനാ പറഞ്ഞു. ആ അപ്പൊ അവൻ ഇതെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ദൈവം എനിക്ക് ആകെ ഒരു കറിച്ചട്ടി ഉള്ളത്. നീ വെറും ഒരു 10-50 രൂപയുടെ ചട്ടിക്ക് വേണ്ടിട്ട് മനുഷ്യനെ രാവിലെ ഭ്രാന്തടിപ്പിക്കല്ലേ? 10 രൂപയുടെ കറിച്ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് അത് തന്നെ വേണം. ഇനി ഒരു ചട്ടി മേടിച്ച് അത് പഴകി എടുക്കണമെങ്കിലൊക്കെ ഇവിടെ ഈ ഒരു ചട്ടിയേ ഉള്ള, ഒരു ചട്ടിയേ ഉള്ള. ഒരെണ്ണം നിങ്ങൾ പൊട്ടിച്ചില്ലേ? നിങ്ങൾ ഈ അടുത്ത് നിന്നിട്ട് എന്തിനാ ഇത്ര ഒച്ച എടുക്കുന്ന? മേലെ റോഡിൽ നിന്നാ കേക്കാം. എടാ റൊണാൾഡേ, എന്താ പേര് മാറ്റണം? ക്ലീറ്റോ സോറി. അയ്യോ ബായി പറഞ്ഞ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് കോറിയാ. നീ കാരണം വല്ലവരും വായിരിക്കണ ഇപ്പൊ ഞാൻ കേൾക്കേണ്ട ഗതികേടാണ്. എന്തിന്? എടാ എടുത്ത സാധനം കുറ. എന്ത് സാധനം? എന്തോ എടുത്തു? നീയേ ഇന്നലെ മീൻ തീരാറായല്ലോ തങ്കഞ്ചേടത്തി, ഇതിനകത്ത് ഞാൻ ഇത്തിരി ചോറ് വരട്ടി തിന്നോട്ടെ എന്ന് ചോദിച്ചായിരുന്നോ മീൻ ചട്ടിയിൽ? ചോദിച്ചു. അതിനകത്തിട്ട് ചോറ് വൃത്തിയായിട്ട് അരപ്പും പുരട്ടി കഴിക്കുകയും ചെയ്തു. എന്നിട്ട് ചട്ടിയും കൂടെ വിഴിഞ്ഞ നീ. എന്തിനു വർത്താനം? ചട്ടി കാണാനില്ല. എന്ത് ചെയ്ത്? ഒന്നല്ലെങ്കിൽ നീ വിഴുങ്ങിയിട്ടുണ്ട് ക്ലീറ്റ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കയ്യിന്ന് ആർത്തി മൂത്ത് താഴെ വീണ് പൊട്ടി അത് പറമ്പിലോട്ട് അങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയുടെ വില എന്ന് പറഞ്ഞാൽ 220 രൂപയായിട്ടാണ് അതിന്റെ വില. ഒരെണ്ണം അത് നല്ല മേടിച്ചോണ്ട് വാ. കറുത്തേട്ടി പെണ്ണുമ്പിള്ളയുടെ താടനം കുറെ കൂടുതൽ. തോടനം. അതിന്റെ ചട്ടി കൊന്നത് യൂദാസ് എന്ന് പറഞ്ഞ് എന്റെ മണ്ടക്കാണോ? അതെ, ആ ചട്ടി ലാസ്റ്റ് കൈകൊണ്ട് തൊട്ടത് നീ. ഇവിടെ ചട്ടി ഇല്ലാന്ന് ക്ലീറ്റ പറയുന്നു. അപ്പൊ പിന്നെ ചട്ടി എവിടെ പോയി? ആ ചട്ടി അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പറയുമ്പോൾ ഇനി കഴിവുണ്ട് അതേപോലെ നക്കി തുടച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നിങ്ങളാന്ന് കണ്ടേ, പിന്നെ അവിടെ പോയി. എനിക്കറിയില്ല, നിങ്ങൾ രണ്ടുപേരിൽ ആരിലോ ഒരാള് ചട്ടി കളഞ്ഞിട്ടുണ്ട്. അല്ല സ്വർണ്ണം എന്നെ അന്തസ്സോടെ ഞാൻ കയറി കയറ്റന്നെ. ഇത് ഈ കൂറ ചാള വെക്കുന്ന കറി, അത് എന്റെ പേര് നിനക്കത് കൂറ ചട്ടി ആയിരിക്കും. അത് എന്താണ് ഇവിടെ നീ അതിന്റെ മണ്ടയ്ക്ക് കയറുന്ന ആടുന്നതിന്. എടാ ആ ചട്ടിയിൽ കറി വെച്ചാലേ ഇവിടെ എല്ലാം കറക്റ്റ് രുചിയായിട്ട് കിട്ടുള്ളൂ. ഇവക്ക് അതേ അറിയാവൂ. എനിക്ക് രുചിയാണ്, അതൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. എന്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ പോണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് രണ്ടുപേരിൽ ആരാണ് ഒന്നും കാണിക്കണ്ട. നീ ഒന്ന് തെളിക്കണ്ട. ചട്ടി വെച്ചിട്ടോ മാഡത്തിന്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചിറക്കും. തക്കുടൂനെ അവനെന്തിനാ നിനക്ക്? ഞാൻ തെളിയിച്ചേരാം. അവനെന്നും വിളിക്കണ്ട. നീ ആദ്യം ചട്ടി എടുത്തിട്ട് എന്റെ നിരപരാധ ഇവിടെ എനിക്ക് തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. വിളിക്കേ തക്കുടൂനെ വിളി. കാര്യം തക്കുടുവേ തക്കുടേ തക്കുടേ വാ. ഞെട്ടുമ്പോട്ടും അറിയാത്ത കൊച്ചിന്റെ മുതുകത്തോട്ട് വെച്ചോ. മക്കളുടെ കയ്യിൽ നിന്ന് ചട്ടി വല്ലതും വീണ് പൊട്ടിയായിരുന്നോ? കണ്ടാ മുമ്പൊക്കെ മക്കള് ചട്ടി കണ്ടാ? ഇവിടെ ഇവിടെ കറി വെക്കണ ഒരു ചട്ടി കണ്ടാ നീ? തക്കടു എന്നോട് മീൻമുട്ട മേടിക്കാൻ കടയിൽ പറഞ്ഞു വിട്ട് ഓർമ്മയുണ്ടോ? മീൻമുട്ട വെച്ചാൽ മീൻ കൊടുക്കുന്ന ഇത് തീറ്റ ഉണ്ടല്ലോ, റോസ് കളറല്ലേ. കൊച്ചിനെന്തിനാ മീൻമുട്ട? ആ അതാണ് എനിക്ക് അറിയേണ്ടത്. എന്തിനായിരുന്നു എന്നെ കൊണ്ട് ഇപ്പം മീനിന് കൊടുക്കുന്ന തീറ്റ പിടിപ്പിക്കേണ്ട കാര്യം എന്തുവായിരുന്നു? നീ അത് മേടിച്ചോണ്ടിരാൻ പറഞ്ഞതാ കൂടു. ഏടാ ഞാൻ എന്റെ റൂമിൽ വന്നിട്ട് എന്നെ സോപ്പിട്ട് അവന് മീൻമുട്ട വേണോന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പോ കടയിൽ പോയത്. അവിടെ എത്തുന്ന ഭാഗ്യത്തിനില്ല, തിരുമലയിലുണ്ട്, ബൈക്കില്ലാത്തോണ്ട് ഞാൻ അവിടെ പോയില്ല. അതെന്തിനാ പിടിപ്പിച്ചു? ഇപ്പൊ ഇവിടെ മീൻമുട്ട മേടിക്കേണ്ട കാര്യം എന്തോരും? ഇത് കള്ളം പറയുന്ന ഞാനല്ല മച്ചമ്പി. പേടിച്ച് ചത്തേനല്ലേ മനുഷ്യൻ. കൊണ്ട് മാറിക്കേ. കുടിക്കൊച്ചിനടുത്ത് ഇങ്ങനെ അങ്ങനെയാണ് വർത്താനം പറയുന്നത്. മീൻമുട്ട അതെന്തിനാ ആവശ്യപ്പെട്ടത്? എന്തിനാ കാര്യം? അതറിയണല്ലോ. പറയടാ, നിന്നോട് ചോദിക്കണ കേട്ടില്ലേ? പറയടാ. മീൻ മുട്ട വാങ്ങിക്കാൻ നീ പറഞ്ഞു വിട്ടോ? കേക്കട്ടെ, കഥ കേക്കട്ടെ. പറഞ്ഞു വിട്ടോ? സത്യം പറയടാ. എന്തിനാ എന്തിനാ അത് പറഞ്ഞത്? എന്തിനാ കറിച്ചട്ടി എടുത്തത് നീയാണോ? ആണോ അല്ലയോ? എന്തിനാടാ മീൻ മുട്ടയും കറിച്ചട്ടി നിനക്ക്? അത് ഞാൻ നിങ്ങളോട് മീൻ വാങ്ങിച്ചാൻ പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ പാൻറിൽ എന്താ വെള്ളമായെന്ന്. അത് ഞാൻ തോട്ടിൽ പോയി മീന് പിടിച്ചോണ്ട് വന്നു. അപ്പൊ ട്യൂഷന് പോയില്ലേ നീ? ട്യൂഷന് പോയിട്ട് വന്നപ്പോ കൊള്ളാം. മീനെ എന്റെ മീൻ ചട്ടിയിലിട്ട് വളർത്താനായിട്ടാണോ?
ചട്ടി എടുത്ത് ചട്ടി എവിടെടാ? മീൻ എവിടെ? ആശുപത്രിയുടെ അടുത്ത്. ഹലോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെയൊന്നും പറയണ്ട. സോറി. ഒരുപാട് കഥകളി കാണിക്കുന്നു. സോറി പറഞ്ഞാൽ തീരൂലേ? വാ മാർക്കി വിളിച്ചോ അങ്ങോട്ട്. കേറിയിട്ട് സോറി ആ പിന്നല്ലാതെ ഞാൻ തലയും കുത്തി നിൽക്കണേ. എവിടെടാ? ദൈവമേ, മുറവും എടുത്തത് ഞാൻ നോക്കിയില്ല. എവിടെ സാവല്ലായിരിക്കും. ദൈവം തമ്പുരാനേ, ഇത് മീനാ. എടാ മരമാക്കൽ, ഇത് വാൽമേക്കറിയാണ്. എവിടെ നോക്കട്ടെ? എടാ ഇത് ഈ തവളയില്ലേ, തവളയുടെ കുഞ്ഞാണിത്. മീനല്ലേ ഇത്? നിന്നെ എന്തിനാണ് നിന്നെ ട്യൂഷൻ വിട്ടാ അതുപോലെ തിരിച്ചു വരാൻ അറിയില്ലടാ നിനക്ക്? വല്ല പാടത്തും പറമ്പിലും തോട്ടിലേക്ക് ഇറങ്ങി വല്ല പാമ്പ് പിടിച്ച് കടിച്ചാൽ എന്ത് ചെയ്തേടാ? ഇതൊക്കെ ഇതിലേക്ക് പിറകെ കിടന്ന പഠിത്തത്തിലുള്ള ശ്രദ്ധ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ. ചുമ്മാ ഇത് ട്യൂഷന് പോയാ ക്ലാസ്സിൽ കയറിയാ നീ പഠിച്ചാ അതാ നേരം ഇതിനെ പിടിക്കാൻ. ഫിഷർമാനാവാൻ ശ്രമിച്ചില്ലേ, അവസാനം ബാൽമാക്രിമാനെങ്കിലും ആയി വന്നില്ലേ? അഭിമാനിക്കും. മതി നീ കൂടുതൽ ഇതാക്കണ്ട. അവരെ ഒരു പണിയില്ല. എത്ര രൂപ കൊടുത്തിട്ടാണ് ട്യൂഷന് വിടണേന്ന് അറിയാമോ? ഇത് നോക്കിയേ, ചട്ടിയങ്ങാനും പൊട്ടിച്ചാർന്നെങ്കിൽ നിന്നെ ഞാൻ നീ എന്തിനു മാത്രം കിടന്ന് കിണിക്കാ? ഇതിനെ കൊണ്ടുവന്ന് എവിടെന്നാ പിടിച്ചോ? ഞാൻ തോട്ടി കൊണ്ട് കളാം. ഡാഡി കളയല്ലേ ഡാഡി, എനിക്ക് ഇത് വേണം ഡാഡി. ഞാൻ തോട്ടം തന്നെ അവിടെ ട്യൂഷൻ ക്ലാസ് പറഞ്ഞ ആ സൈഡിലെ തോട്ടില്ല, അവിടെ കൊണ്ടങ്ങോട്ട് കളയതിനെ. ചട്ടി നീ കൂടുതൽ ആളാവില്ല. നീ മേടിക്കും ചുമ്മാക്ക്. അപ്പൊ അതിനെ കളയാ ഇതിനെന്തിനാണ്? അതൊന്നും നമുക്ക് വളർത്തിക്കൂടാ, അതൊന്നും വേണ്ട. ഇനി ഞാൻ ഇവിടെ വരൂല, ഞാൻ അപ്പുറത്ത് അപ്പാട്ട് ഇതിന് എങ്ങനെ വിശ്വസിച്ച് ട്യൂഷൻ ക്ലാസ് ഇത്രയല്ലേ ഉള്ളൂ? ഇത് തോട്ടിലിറങ്ങുന്ന വല്ല ഒഴുക്കും വന്ന ഒഴുകി പോയേച്ചെങ്കിലോ ചെറുക്കൻ. ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോവെല്ലാം ചെയ്ത ഇത് ചെറുക്കണം. കുറച്ച് ചെല്ലം കൊടുത്തേ വഷളായി. മാമിയുടെ പൊന്നല്ലേ, വാ കഴിക്കാമ. ഇച്ചിരി കഴിച്ചാ മതി. ഞാൻ കഴിക്കൂല. എടാ, അപ്പൊ നീ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചാ? എത്ര ദിവസം നീ പട്ടിണി കിടക്കും? ഇങ്ങോട്ട് നോക്കിയേ, നല്ല മീൻ വറുത്തേക്ക് ഉണ്ട്. മാമി ചോറ് തരാം, വാ. എനിക്ക് ജീവനുള്ള മീൻ വേണം. അത് പിന്നെ നീ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചു തരാം. ഡാഡി എനിക്ക് വാങ്ങിച്ചു തരത്തൊന്നുമില്ല. തരുവടാ, ലില്ലി മാമി പറഞ്ഞാ വാങ്ങിച്ചു തരും. ഇല്ല. എടാ നീ ഇച്ചിരി എന്തെങ്കിലും വന്ന് കഴിക്കാൻ വാ, നല്ല വെച്ചല്ലേ, വാ. ഞാൻ കഷ്ടപ്പെട്ടാണ് ആ തോട്ടിൽ പോയി മീൻ എടുത്തോണ്ട് വന്നത്. എടാ നീ എന്ത് മീനെ എടുത്തോണ്ട് വന്നത്? മീനെയാണോ നീ എടുത്തോണ്ട് വന്നത്? എടാ അത് വാൽമാക്രിയാണ്, അത് വളർന്നു വരുമ്പോ തവളയാകും. ഇതിലെ കൂടെ ഒക്കെ ചാടിച്ചാടി നടക്കും. അങ്ങനെ ഒരു മാക്രി ഒന്നും ഇല്ല. ഉണ്ടടാ. ഇല്ല. മാമി അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. കനക മാമനോട് പറഞ്ഞിട്ട് നല്ല രസമുള്ള മീനെ വാങ്ങിപ്പിച്ചു. ഹലോ, പോയില്ലെന്നൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. മക്കളെ കഴിച്ചില്ലേ? അവൻ വാശിയില്ല, കഴിക്കത്തില്ല. അവൻ മീൻ കിട്ടാത്ത എനിക്ക് ഒന്നും കഴിക്കുന്നില്ല ഇവിടെ. മീൻ കിട്ടിയാ കഴിക്കോ? എത്ര മീൻ വേണം? എത്രയാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മീൻ കിട്ടിയാ മതി. പക്ഷെ മീൻ വേണം. മീൻ മേടിച്ച് തന്ന ഭക്ഷണം കഴിക്കോ? ഉറപ്പ്? ആ മുള്ളലിനൊരു ശക്തി ഇല്ല. ആഹാരം വിശന്നിരിക്കല്ലേ, പിന്നെ എങ്ങനെ ശക്തി വരും? ഹലോ, കഴിക്കുമല്ല. നോക്ക്, മാം മേടിച്ചു തരാം. ശരിക്കും മേടിച്ചു തരും. ഡാഡിയെ പോലെ പറ്റിക്കല്ലേ. മാമൻ പറഞ്ഞിട്ട് എന്തെങ്കിലും മേടിച്ചു തരാറുണ്ടോ ഇതുവരെങ്കിലും? അതാണ് മാമൻ പറഞ്ഞാണ്. ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ട് ചേച്ചി, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് തന്നെ വരുന്നത്. ബാ ഇവിടെ ഉണ്ടാള്. എന്താ പരിപാടി? കൊച്ചു ഫുഡ് കഴിക്കാന്നൊക്കെ സമ്മതിച്ചു. ഫുഡ് കഴിക്കും. എങ്ങനെ സമ്മതിച്ചു? അതൊക്കെ സമ്മതിച്ചു. ഭക്ഷണം കഴിച്ചാ പിന്നെ കൊച്ചു? നീയാണ് അവനെ ചീത്താക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കണം. ഇങ്ങോട്ട് നീ എന്ത്? നിനക്ക് മീനിനെയും തരുന്നില്ല, ഒരു തിമിംഗലത്തിനെയും തരുന്നില്ല. ഇറങ്ങി ഇങ്ങോട്ട്. നീ ചുമ്മാ കൊച്ചു ഊണ് കഴിക്കട്ടെ. നീ ലില്ലി, നിങ്ങൾ ഒരുപാട് അവനെ ഇത് ചെയ്യരുത്. അവനിങ്ങനെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? അവൻ മാമിയുടെ ഭക്ഷണം കഴിച്ചോളൂ. മാമിയുടെ കൂടെ ഇരിക്കണില്ല, അവൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് കളിയാ നോക്കിയാ? വാൽമാക്രീനെ പിടിച്ചോണ്ട് വന്നേക്കുക മീനാന്നും പറഞ്ഞ്.
എന്നിട്ട് അതിനെ കൊണ്ടേ കളഞ്ഞതിനെ ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. അവൻ കൊതിച്ച് കൊണ്ടുവന്നല്ലേ, അത് പോട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന്. വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇനി അത് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും ഞാൻ പടവിടെ. ഡാഡി അവിടെ ഇരിപ്പുണ്ട്, നിനക്കുള്ളത് കിട്ടുമ്പോ അത് ഉള്ളത് മേടിച്ചിട്ട് ഇങ്ങ് പോരെ മോൻ. എന്തായാലും കിട്ടും. എന്നിട്ട് ഡാഡി ഇവിടെ പോയിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഓടി വാ. ഒന്നുമില്ല, നല്ല അടി കിട്ടും നിനക്ക്. എച്ചിട്ട് അടിയുടെ കുറവാ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ നീ. അടിക്കൊന്നും ചെയ്തു കേട്ടോ കൊച്ചിനെ. അയ്യോ. അടിക്കരുത് കൊച്ചിനെ. ഇവിടെ വാ നീ. അടിച്ചാ ഓക്കേ. പറഞ്ഞൂടെ? പടവിടെ. പക്ഷെ എന്തൊരു വാശിയായിരുന്നു. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാന്നറിയോ? കൊതിച്ചു കൊണ്ടുവന്നല്ലേ അടി. പിന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തന്നെ ക്ലീറ്റോ, നിങ്ങൾ ഈ പുന്നാരിപ്പിച്ചാണ് ഈ ചെറുക്കന് ഇത്ര വർഷമായത്. അവിടെ പോയിരുന്ന എല്ലാം കൂടി സാധിച്ചു എന്നാണ് നിന്റെ വിചാരം? നീ എവിടെയായിരുന്നു? തിന്നാതെയും കുടിക്കാതെ നടക്കുന്നവൻ. നീ എവിടെയായിരുന്നു? ചോദിച്ചത് കേട്ടാ തക്കടു, നീ എവിടെയായിരുന്നു എന്ന്. ഞാൻ മാമന്റെ വീട്ടില്. മാമന്റെ വീട്ടിൽ എന്തൊരു വല്ല കല്യാണം വല്ലതും ഉണ്ടായിരുന്നു? അവിടെ പോയി കുറ്റി അടിച്ച് നിൽക്കാൻ. ഒരു സാധനം കഴിച്ചിട്ടില്ല നല്ല. എന്താണ് നിന്റെ പ്രശ്നം? എന്താ? ഞാൻ മീൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിടിച്ച മീനെടുത്ത് കളയുകയും ചെയ്തില്ല. അത് മീനല്ലാത്തോണ്ട് എന്നെ എടുത്ത് കളഞ്ഞത്. ആ തവളേനെ കുറച്ച് മീൻ തിന്നാൻ കൊടുക്കുവന്. തവള കുഴപ്പമില്ല, എനിക്ക് മാമ വാങ്ങിച്ചു തന്നോളൂ. എന്തോ ഞാൻ ചെന്നൂല. മാമ വാങ്ങിച്ചാ നീ പഠിക്ക് പുറത്ത് ഒരു കളഞ്ഞു. മാമനും വാങ്ങിച്ചു തരൂല. നിന്റെ മാമനും മാമിയെ കൂടെ തന്നെ ചെറുക്കനെ വഷളാക്കണത്. ഓ, മീനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റൂലേ? അവിടെ ഇരുന്നേടാ, ചോറുണ്ടേടാ നീ. ഒരു സാധനം പോകുന്നുള്ളൂ. അവൻ ഞാൻ ഇവിടെ നിൽക്കൂല, അവിടെ നിൽക്കുള്ളൂ. തീരുമാനം എടുക്കാൻ മുട്ടന്ന് വിരിഞ്ഞില്ല. എനിക്ക് മീൻ വേണം. നിനക്ക് മീനും ചോറ് മീനും ഞാൻ തരുപ്പോ. അത് തിന്നോളണം. അവിടെ ഇരിക്കണം. ഇരിയടാ അവിടെ. വയറ് കൊടുക്കണണ്ട, അങ്ങേ ലോകത്തെത്തി. ഇരിക്കാൻ അവിടെ എന്തി കാണിക്കണത്? തിരിഞ്ഞിരുന്നേ അങ്ങോട്ട്, തിരിഞ്ഞിരുന്നേ. ആ, കയറി ഇരിക്കാം അങ്ങോട്ട്. ആ, ചോറ് മുഴുവൻ തിന്നോളണം. മുഴുവൻ ചോറ് തിന്നില്ലെങ്കിലായിരിക്കും ഇനി. അപ്പുറത്തോട്ട് നീ കളിക്കാൻ പോണ എനിക്കൊന്നും അറിയണമല്ലോ. ഇനി മാമനെയും കണ്ട മാമിനെയും കണ്ട് ഇവിടെ ഇരുന്നാ മതി. എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ജീവനുള്ള മീൻ മതി. ജീവനുള്ള മീനെ നിനക്ക് ഞാൻ വായിലോട്ട് കുത്തിക്കയറ്റി തരും. ഞാൻ 1 കിലോ ചാള മേടിച്ചിട്ട് അങ്ങ് കൊണ്ട് കൊടുക്കാം ക്ലീറ്റോ. എനിക്ക് മീൻ വേണം. എനിക്ക് മീൻ വേണം. ആ ചോറ് മീനും കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചേ. തിന്നടാ. എനിക്ക് വേണ്ട. മര്യാദക്ക് തിന്നോണല്ലേ? ഇപ്പൊ നല്ല അടി തരും ഞാൻ. എനിക്ക് ചോറ് മീനും വേണ്ട, എനിക്ക് ജീവനുള്ള മീൻ. എഴുത്തങ്ങോട്ട് തിന്നടാ ചോറ് മീനും. ഹായ് മീന്. താങ്ക് യു ഡാഡി. ഓ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ കാണിച്ചെത്തണുണ്ട്. 3. ഇത് തന്നെ നീ ഉദ്ദേശിച്ചു? ഇഷ്ടപ്പെട്ട? അയ്യോ, താങ്ക് യു ഡാഡി. ഓ താങ്ക് യു. ആ മാക്രി, ഈ മീൻ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ നീ പിണങ്ങി മാമന്റെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമായിരുന്നാ? എനിക്കറിയായിരുന്നു ഡാഡി എനിക്കിത് വാങ്ങിച്ചു തരുമെന്ന്. നിനക്ക് എങ്ങനെ അറിയാൻ വാങ്ങിച്ചു തരുമെന്ന്? മുത്തു ചേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നും കഴിക്കാതെ കരഞ്ഞോണ്ടിരുന്നാലേ ഡാഡി എന്ത് വേണമെങ്കിലും സാധിച്ചു തരുമെന്ന്. അവള് വരട്ടു. എന്തായാലും 2 മക്കൾക്കും ഡാഡിയുടെ തീരെ കള്ളത്തരം കിട്ടിയിട്ടില്ല. അമ്മ എനിക്ക് ചോറിട്. അയ്യോ, എന്റെ കൊച്ചിന് വിശന്ന് പോയി. ചോറിട്. നമുക്കേ ഇതിന് 3 പേരിടാം. ഒന്ന് തങ്കം, ഒന്ന് ലില്ലി, ഒന്ന് മുത്ത്. മാമി വേണ്ട, എന്റെ പേരിട്ടാ മതി. ആ എന്നാ ശരി. തക്കടു, മുത്ത്, തങ്കം. അപ്പൊ ഡാഡി ഇല്ലേ ഇതില്? അപ്പൊ ഡാഡി ഇല്ല, ഒരു ഡാഡിയും കൂടെ വാങ്ങിച്ചു കൊണ്ടിടാം അല്ലേ? അപ്പൊ പൊളി.